പ്രദീപ്, അവിടെ നേരത്തെ നമ്മൾ കണ്ടിരുന്നു പോലീസിന്റെ വിശദമായ പരിശോധനകളൊക്കെ നടക്കുന്നുണ്ട്. അത് പൂർത്തിയായോ? എന്തെങ്കിലും പ്രതികരണത്തിന് സാധ്യതയുണ്ടോ? പോലീസ് എന്തെങ്കിലും നടപടികളെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടോ നിലവിൽ? പോലീസ് ഈ സ്റ്റേജ് ക്രമീകരിച്ചിരിക്കുന്നത് എങ്ങനെയാണ്, അതായത് എത്രമാത്രം ആളുകൾക്ക് ഇരിക്കാൻ കഴിയും, വേണ്ടത്ര നീളവും വീതിയും ഒക്കെ ഈ സ്റ്റേജിനുണ്ടോ, അത്തരം കാര്യങ്ങളൊക്കെ പരിശോധിച്ചു. ആ പരിശോധന അല്പസമയം മുൻപ് പൂർത്തിയായി. ഫയർഫോഴ്സിന്റെ പരിശോധനയും നടന്നു കഴിഞ്ഞിരിക്കുന്നു. അതേസമയം ദിവിഷ് എടുത്തു പറയാവുന്ന കാര്യമെന്ന് പറയുന്നത് സംഘാടകരുടെ ഉത്തരവാദിത്വമില്ലായ്മയും അശ്രദ്ധയും വരുത്തിവെച്ച ഒരു അപകടം തന്നെയാണ് ഇത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഈ സ്റ്റേജിൽ നമ്മൾ കാണുമ്പോൾ ഇപ്പോൾ ഒരു 6-8 കസേരകൾ വളരെ ഭംഗിയായി അടുക്കിയിട്ടിട്ടുണ്ട്. അങ്ങനെയൊന്നും ആയിരുന്നില്ല, കുറച്ചുകൂടി മുൻപോട്ട് കയറിയായിരുന്നു കസേരകൾ ഇട്ടിരുന്നത്. അതിന് മുൻപിൽ കൂടെ വന്ന്, അതായത് ആ രണ്ടാമത്തെ സ്റ്റേജിന്റെ വക്കിൽ കൂടെ വന്നാണ് MLA അവിടെ കസേരയിലേക്ക് ഇരിക്കാൻ ശ്രമിച്ചത്. അപ്പോഴാണ് വളരെ പെട്ടെന്ന് ബാലൻസ് തെറ്റി മുന്നോട്ട് ആഞ്ഞ് അവർ വീഴുകയും ചെയ്തത്. അവരുടെ ചെരുപ്പും മറ്റും ഇപ്പോഴും അവിടെ തന്നെ കിടക്കുന്നുണ്ട്. എന്തായിരുന്നാലും ആരോഗ്യനിലയിൽ ആശ്വാസകരമായ ഒരു പുരോഗതി ഉണ്ട് എന്നുള്ളത് ഏറ്റവും ആശ്വാസകരമായ ഒരു കാര്യം തന്നെയാണ്. അതേസമയം സംഘാടകർക്കെതിരെ കേസെടുക്കുന്നത് അത്തരം കാര്യങ്ങളിലേക്ക് പോലീസ് കടക്കുന്നതേ ഉള്ളൂ. പക്ഷേ ഇത്തരത്തിൽ 2 വരിയായി അല്ലെങ്കിൽ 2 തട്ടായി ഒരു സ്റ്റേജ് നിർമ്മിക്കുന്ന കാര്യം സംഘാടകർ ഉത്തരവാദിത്തപ്പെട്ട ആരെയും അറിയിച്ചിരുന്നില്ല. കാരണം മന്ത്രി ഉൾപ്പെടെ പങ്കെടുക്കുന്ന ചടങ്ങാണ്, ഒരു ADGP ഉൾപ്പെടെ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ പങ്കെടുക്കുന്ന ചടങ്ങാണ്, MLA മാരുണ്ട്, MP മാരുണ്ട്, അങ്ങനെയൊക്കെയുള്ള VIP കളായ ആളുകൾ പങ്കെടുക്കുന്ന ഒരു ചടങ്ങായിട്ട് കൂടി ആ സ്റ്റേജിൻ്റെ യഥാർത്ഥത്തിലുള്ള ഒരു ഡിസൈൻ സംഘാടകർ പോലീസിനോ അല്ലെങ്കിൽ മറ്റ് അധികൃതർക്കോ നൽകിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. 12,000 പേർ ഈ ഒരു ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യമിട്ടുള്ള പ്രകടനത്തിൽ പങ്കെടുക്കുമെന്നാണ് അറിയിച്ചിരുന്നത്. 12,000 മത്സരാർത്ഥികൾ വരുമെങ്കിൽ സ്വാഭാവികമായും നമുക്കറിയാം അവർക്കൊപ്പം വരുന്നവരുമൊക്കെയായി ഏതാണ്ടൊരു 18,000 അല്ലെങ്കിൽ 20,000 ആളുകൾ വരുന്നതാണ്. പക്ഷേ വളരെ കുറച്ച് പോലീസുകാർ മാത്രമാണ് ഈ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കുന്നതിനുണ്ടായിരുന്നത്. അത് പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയല്ല, മറിച്ച് ഇത്തരം സ്വകാര്യ പരിപാടികളിൽ കൂടുതൽ പോലീസിൻ്റെ സേവനം ആവശ്യം ഉണ്ടെങ്കിൽ സംഘാടകർ തന്നെ അക്കാര്യം ആവശ്യപ്പെടേണ്ടതാണ്. മറിച്ച് ഈ സംഘാടകർ ഏർപ്പെടുത്തിയ സ്വകാര്യ സുരക്ഷാ ജീവനക്കാർ ആണ് കൂടുതലും സ്റ്റേഡിയത്തിൽ ഉണ്ടായിരുന്നത്. അതേസമയം MLA വീണ് കഴിഞ്ഞപ്പോൾ ഏറ്റവും ആദ്യം തൊട്ടടുത്ത് നിന്നിരുന്ന മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരാണ് അവരെയുമായി സ്റ്റേഡിയത്തിന് പുറത്തേക്ക് കടന്നത്. വളരെ പെട്ടെന്ന് തന്നെ ഒരു ആംബുലൻസ് ലഭിച്ചു. അതുകൊണ്ട് തന്നെ കേവലം 2-3 മിനിറ്റ് മാത്രം യാത്ര ചെയ്താൽ, 3 മിനിറ്റിൻ്റെ ആവശ്യമില്ല, കേവലം 2 മിനിറ്റ് മാത്രം യാത്ര ചെയ്താൽ എത്താവുന്ന വിദഗ്ധ സേവനം ലഭിക്കുന്ന ആശുപത്രിയിലേക്ക് അവരെ എത്തിക്കാൻ സാധിക്കുകയും ചെയ്തു. അതേസമയം ഈ സ്റ്റേജ് കുറച്ചുകൂടി കൃത്യമായി ഒരുക്കിയിരുന്നുവെങ്കിൽ, സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച് ഒരുക്കിയിരുന്നുവെങ്കിൽ, നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാമെന്ന് പറയുന്നു, ആ താഴത്തെ ഏതാണ്ടൊരു മഞ്ഞ നിറമുള്ള അല്ലെങ്കിൽ മെറൂൺ നിറമുള്ള പടുതായിട്ടിരിക്കുന്ന ഭാഗം, അവിടെ ഈ സ്റ്റേജ് കെട്ടിയിരിക്കുന്ന ബെഞ്ചുകളും മറ്റും ഇട്ടിരിക്കുന്നത് ആ സ്റ്റേഡിയത്തിൻ്റെ കൈവരിയിലാണ്, ക്രാസിയിലാണ്. എന്തിനു വേണ്ടിയാണ് ഇത്തരത്തിലൊരു സ്റ്റേഡിയത്തിന് ക്രാസി ഉണ്ടാക്കുന്നത്? ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഒരാൾ അവിടെ നിന്ന് വീഴുകയോ അല്ലെങ്കിൽ താഴേക്ക് ചാടാൻ തുടങ്ങുകയോ ചെയ്താൽ പെട്ടെന്ന് ചാടാൻ കഴിയരുത് അല്ലെങ്കിൽ വീഴാൻ കഴിയരുത്. അതിനുവേണ്ടിയാണ് ഇത്തരത്തിലുള്ള വേലിക്കെട്ട് നിർമ്മിച്ചു വെച്ചിരിക്കുന്നത്. ഇവിടെ ആ വേലിക്കെട്ടിന് മുകളിലാണ് ഈ സ്റ്റേജ് പണിത് വെച്ചിരിക്കുന്നത്. അത് തന്നെ ഏറ്റവും ഗുരുതരമായ ഒരു വീഴ്ചയാണ്. ആരാണ് ഇങ്ങനെ സ്റ്റേജ് പണിയാൻ അനുമതി നൽകിയത്, അല്ലെങ്കിൽ എന്തുകൊണ്ട് പണിതു? ഇത്തരം കാര്യങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ അന്വേഷണ വിധേയമാകും. ഈ അപകടത്തിൻ്റെ പേരിൽ ഒരുപക്ഷെ ഈ സ്റ്റേജ് പണിത സംഘാടകർ ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസെടുക്കാൻ സാധ്യതയുമുണ്ട്. പ്രദീപ് ജോസഫാണ് കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്. പോലീസിൻ്റെ പരിശോധനയൊക്കെ അവിടെ പൂർണ്ണമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ സ്റ്റേജ് നിർമ്മാണത്തിലടക്കം വേണ്ട സുരക്ഷാ മുൻകരുതലുകൾ പാലിച്ചിട്ടില്ല എന്നതാണ്. അത് പോലീസിൻ്റെ പരിശോധനകൾക്ക് ശേഷം വേണ്ട നടപടികളിലേക്ക് പോലീസ് കടക്കുകയും ചെയ്യും.